കേരള കലോത്സവത്തിലെ വിധികർത്താവ് ഷാജി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കീടനാശിനി ഉള്ളിൽ ചെന്നാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഷാജിയുടെ ബന്ധുക്കൾ സുതാര്യ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർക്ക് പരാതി നൽകി. ഷാജിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നാളെ പോലീസിന് കൈമാറും. പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കീടനാശിനിയാണ് കാരണമായതെന്നും പുറത്ത് പരിക്കുകൾ ഒന്നും തന്നെ ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മരണത്തിൽ സുതാര്യമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഷാജിയുടെ ബന്ധുക്കൾ ഗവർണർക്ക് പരാതി നൽകി. അന്വേഷണം അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നും പരാതിയിൽ പറയുന്നു. അപ്പം നമ്മൾ ഇപ്പോഴുള്ള സാഹചര്യം കണ്ട് അന്ന് കോളേജിൽ നടന്ന കാര്യങ്ങളും എല്ലാം വെച്ച് അതിലെല്ലാം ഒരു ദുരൂഹത ഉള്ളതുകൊണ്ട് ഇതെല്ലാം ആ അന്വേഷണ പരിധിക്കുള്ളിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഗവർണർക്കൊരു റിക്വസ്റ്റ് ഒരു എൻക്വയറിക്കുള്ള റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. അവരെ അന്ന് അടിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അന്ന് അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടുള്ള അവരുടെ മാനസികാവസ്ഥയും വളരെ മോശമാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് കാണാൻ അവരോട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആ കത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണം വേണമെന്ന് ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഭിനവ് തുണേരിയും ആവശ്യപ്പെട്ടു. മരണപ്പെട്ട ഷാജിയുടെ വീട് സന്ദർശിക്കുകയായിരുന്നു ABVP പ്രവർത്തകർ. ഇവിടെ ഷാജിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ABVP ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ളതാണ് ABVPക്ക് ആവശ്യപ്പെടാനുള്ളത്. SFI ക്യാമ്പസുകളിൽ കലോത്സവങ്ങളിൽ നടത്തുന്ന കോഴ വാങ്ങിയിട്ട് നടത്തുന്ന സ്ഥാനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് കോഴകൾ വാങ്ങുന്ന SFIയുടെ പ്രവർത്തനം, SFIയുടെ രീതി മാറ്റേണ്ടതാണ്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നാളെയോ മറ്റന്നാളോ ലഭിക്കും. ഷാജിയുടെ മൃതദേഹം രാവിലെ വീട്ടിലെത്തിച്ച ശേഷം 10 മണിക്ക് പയ്യാമ്പലത്തെ ശ്മശാനത്തിൽ സംസ്കരിക്കും. ജനം, കണ്ണൂർ.